ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങൾ പോകുന്നത് ബാലിയിലേക്കുള്ള നൈറ്റ് സ്ട്രീറ്റ് വഴിയാണ്. ഞങ്ങളിങ്ങനെ പാറിപ്പറന്നിങ്ങനെ പോവുകയാണ്. ചെന്ന ദിവസം തന്നെ ഞങ്ങൾക്ക് സ്ട്രീറ്റ് കാണണമെന്ന് അതിയായ മോഹം. എന്തൊക്കെയുണ്ടെന്ന് അറിയാണ്. അപ്പോൾ അവിടെ സെലിബ്രേഷൻസ് ഒക്കെ നടക്കുവാണ്. അപ്പോൾ ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് വന്നിരിക്കുകയാണ്, ഫസ്റ്റ് ഡേ തന്നെ. അപ്പോൾ എന്തൊക്കെയോ നല്ല ഭംഗിയുള്ള കുറേ ആഘോഷങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേര് വിവരങ്ങളൊന്നും അറിയത്തില്ല. ഇവിടെ എന്നും ആഘോഷമാണെന്നാണ് ഇവർ പൊതുവെ ആഘോഷക്കാരാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ആ സ്ട്രീറ്റിലേക്ക് പോകാനുള്ള വഴികൾ നോക്കുകയാണ്. എന്തായാലും രണ്ട് പാർട്ടായിട്ട് പകുതി പകുതി ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ടുണ്ട്. അങ്ങനെ പോകുന്ന വഴിയെല്ലാം പൊക്കോളൂ, എല്ലാവരും തിരിച്ചതായി ഈ പോയിന്റിൽ തന്നെ വരണമെന്നാണ് ഇവിടെ ഓർഡേഴ്സ് ഇടുന്നത്. അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് ഡേ തന്നെയാണ് കേട്ടോ. സെലിബ്രേഷൻ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ട്. അത്യാവശ്യം സാധനങ്ങളും പുതിയ സ്റ്റോക്കുകളൊക്കെ വന്നിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇവിടെ ഫ്രീ ആയി നമുക്കിങ്ങനെ നടക്കാം, അതാണ് ഒന്നാമത്തെ കാര്യം. നൈറ്റ് ഞങ്ങളൊരു 9 മണിയൊക്കെ ആയി കേട്ടോ ഇപ്പോൾ ഈ നിൽക്കുന്ന ടൈം തന്നെ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കീ ചെയിൻസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടിയാൽ സന്തോഷം. ബാലിയിൽ എന്തെങ്കിലും മെമ്മറീസൊക്കെ വേണമല്ലോ. അങ്ങനെ ഞങ്ങളിങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം ഇതാ ഇവിടെ ഇരിക്കുന്ന സംഭവങ്ങളെല്ലാം വെറൈറ്റി സാധനങ്ങളാണ്. നമ്മൾ കണ്ടിട്ടില്ലാത്ത സാധനങ്ങളാണ് കൂടുതലും ഇവിടെ ഉള്ളത്. അങ്ങനെ വേണ്ടാത്ത സാധനങ്ങളും ഉൾപ്പെടെ ഉണ്ട് കേട്ടോ, നമുക്കൊന്നും ആവശ്യമില്ല. അങ്ങനെ ഞങ്ങളത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എന്തൊക്കെയാണ്? ഇതൊക്കെ കൂടുതലും സോപ്പ് ഐറ്റംസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ കാണേണ്ടത് കാണുക, കാണേണ്ടതല്ലാത്തത് കാണേണ്ട. ഓക്കെ, എന്തായാലും അങ്ങനെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വെറൈറ്റി സംഭവ വികാസങ്ങൾ. നമ്മുടെ നാട്ടിലൊന്നും ഇതേപോലത്തെ ഐറ്റംസ് ഒന്നും കാണാൻ കിട്ടത്തില്ലല്ലോ. അങ്ങനെ എന്തായാലും കണ്ട് വരികയാണ്. അങ്ങനെ ഞങ്ങൾ നോക്കുന്നു. നാട്ടിലേക്ക് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആളുകൾക്ക് ഗിഫ്റ്റ് കൊടുക്കണ്ടേ, അപ്പം ഞങ്ങളിങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷേ ഇനിയും ഡേയ്സ് ഉണ്ടല്ലോ, 7 ഡേയ്സ് നമ്മുടെ മുന്നിൽ ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുവാണ്. അങ്ങനെ വെറൈറ്റി സാധനങ്ങൾ പല സ്ഥലത്തു നിന്നായിട്ട് കളക്ട് ചെയ്യാം എന്നാണ് ഞങ്ങളുടെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്ട്രീറ്റിൽ ആകുമ്പോൾ കുറച്ച് വിലക്കുറവാകും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാത്തിനും നല്ല റേറ്റാണ്. ഒന്നാമത്തെ കാര്യം, ഈ റിങ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. നാട്ടിൽ 5000 10,000 ഒക്കെയാണ് കേട്ടോ ഈ സാധാരണപ്പെട്ട റിങ്ങിന് വരെ. ഏതാടാ? ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇവിടെയോ? ഒരുപാട് സാധനങ്ങളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാനുണ്ട്. ഇപ്പൊ നോക്കിയേ, ഇതിന് തന്നെ വെറും 32,000 രൂപയുള്ളൂ. ഇത്രേ ഉള്ളൂ? നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകാം അല്ലേ? അതെ. പിന്നെ അത്യാവശ്യം വേണ്ടതെല്ലാം ഇവിടുന്ന് കിട്ടും. ഈ സോപ്പ് ചീപ്പ് കണ്ണാടിയൊക്കെ നിനക്ക് ആവശ്യമുണ്ടോ? 40,000 സോപ്പ് എനിക്കതിട്ട് കുളിക്കണ്ടടി. അപ്പൊ നമുക്ക് അടുത്ത ഒരു ഷോപ്പിലേക്ക് പോവാം. ഓക്കേ. തൊപ്പിയൊക്കെ ആ കിഡ്നി ഇവിടെ വെച്ചേക്കും. തൊപ്പി എടുക്ക. ഇവിടെ നിങ്ങളുടെ ബ്ലോഗർ ഇട്ട പോലത്തെ ഒരു ചെരുപ്പാണിത്. കിടക്കുന്നു എന്റെ ചെരുപ്പ്. അതിന്റെ വില നോക്കിക്കേടി. വിലയില്ല കേട്ടോ. വെച്ചേടി ഒന്ന് ആ പാട്ടൂടെ പാട്. അങ്ങനെ ഞങ്ങൾ നൈസായിട്ട് ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പം നോക്കി ഒരു വെറൈറ്റി ഒരു വണ്ടിയിലേക്കുള്ള നല്ല കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ വെറൈറ്റി വേറെ സംഭവങ്ങൾ വികാസങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. അപ്പോൾ നൈസായിട്ട് നോക്കിയപ്പോൾ കോഫി ഷോപ്പൊക്കെ ഉണ്ട്. ഇപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ടൈം ആയില്ല, അതുകൊണ്ട് ഞങ്ങൾ അവിടെ അങ്ങോട്ട് കയറിയില്ല. ഓക്കെ, അതിനുശേഷം ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ്. നല്ല ഫ്രൂട്ട്സ് കടയുണ്ട്. ഇവിടുത്തെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷ് സാധനമാണ് ഫ്രൂട്ട്സൊക്കെ. പോരാത്തിന് കുറച്ച് വെറൈറ്റി ഫ്രൂട്ട്സും ഒക്കെ കിട്ടും. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ യാത്ര തുടരുകയാണ്. എങ്ങോട്ടെന്നില്ലാതെ ഒരു പക്ഷിയെ പോലെ ഇങ്ങനെ പറക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ ഇങ്ങനെ വായി നോക്കി നടക്കുകയെന്ന് കേട്ടിട്ടില്ലേ, അതുപോലെയായിരുന്നു. അങ്ങനെ ഐസ്ക്രീം വേണമെന്ന് തോന്നലുമായി ഞങ്ങൾ നോക്കിക്കൊണ്ട് കയറി. അപ്പോഴത്തേക്ക്
എന്താ പറയുക, നമ്മുടെ നാട്ടിലൊക്കെ ഒരു 25-നൊക്കെ കിട്ടുന്ന സാധനങ്ങളല്ല ഇവിടെ 300-400 രൂപയൊക്കെയാണ്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നൈസായിട്ടങ്ങ് ഇറങ്ങി. അതിനുശേഷം നോക്കിക്കേ, ഹായ് സൂപ്പർ, എൻ്റെ 2 കാലും എടുത്ത് ഇതിനടുത്തോട്ട് മുക്കണമെന്നൊരു അതിയായ മോഹം ഉണ്ടായിരുന്നു. പക്ഷേ ആരും നിന്നില്ല. അങ്ങനെ ഞങ്ങൾ നൈസായിട്ട് വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അപ്പം നമ്മുടെ 7-Eleven ഷോപ്പ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് കയറണമെന്ന് തോന്നിയായിരുന്നു. പക്ഷേ തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ വീണ്ടും നടക്കുകയാണ്. ആക്ച്വലി പറയുവാണെങ്കിൽ ഈ സ്ട്രീറ്റിൽ ഇല്ലാത്ത സാധനങ്ങളായിട്ടൊന്നുമില്ല. എല്ലാ വകകളും കിട്ടും, A to Z സാധനങ്ങളും കിട്ടും. എല്ലാ വെറൈറ്റി സംഭവ വികാസങ്ങളാണ്. ഇതൊരു ആൻറ്റി കളക്ഷൻ ഷോപ്പാണ് കേട്ടോ. ഇവിടെ നല്ല അടിപൊളി സംഭവങ്ങളാണ്. ഇതാ ഈ സ്പൂണും ഇതൊക്കെ വെറൈറ്റി സാധനങ്ങളാണ്. പക്ഷേ നമ്മളിവിടെ വരുമ്പോൾ ഒരു എക്സ്ട്രാ ഒരു 2-3 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ കരുതിയെങ്കിൽ മാത്രമേ നമുക്ക് കുറച്ചെങ്കിലും ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റൂ എന്ന് ഞങ്ങൾക്ക് ഒരു തീരുമാനമായി. ഈ ക്ലിപ്പ് സഹിതം ജസ്റ്റ് നമ്മുടെ തലയിലൊക്കെ ജസ്റ്റ് കുത്തുന്ന ക്ലിപ്പിന് സഹിതം നല്ല റേറ്റാണ്. അങ്ങനെ ഗായ്സ്, ഞങ്ങൾ രാത്രി കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് ഇനി ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഗായ്സ്, ഓക്കെ, ടാറ്റാ ബൈ ബൈ, ഷീ യു.